ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുവായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഹരിശ്രീ ഗണപതയെ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ മഹിമകളെക്കുറിച്ചും അവിടുത്തെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന് മുൻപ് കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി നല്ലൊരു കാലം വരാൻ പോകുന്നു എന്ന് വിഷ്ണുമായ സ്വാമി നമുക്ക് തരുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. സ്വാമിയുടെ അനുഗ്രഹം എനിക്കുണ്ടോ? എൻ്റെ പ്രാർത്ഥന സ്വാമി കേൾക്കുന്നുണ്ടോ എന്ന സംശയം പല ഭക്തർക്കുമുണ്ട്. എന്നാൽ ഓർക്കുക, സ്വാമി ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല. അവിടുത്തെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ നമുക്ക്. ഒന്നാമത്തെ ലക്ഷണം, അകാരണമായ മനസ്സമാധാനം. ഏറ്റവും വലിയ ലക്ഷണം നമ്മുടെ മനസ്സ് തന്നെയാണ്. വലിയ കടബാധ്യതകളോ ശത്രുദോഷങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ കൊണ്ട് നിങ്ങൾ ഉഴലുന്ന സമയമായിരിക്കും ഇത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ കാരണമൊന്നുമില്ലാതെ തന്നെ വല്ലാത്തൊരു സമാധാനവും ധൈര്യവും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എൻ്റെ സ്വാമി കൂടെയുണ്ട്, എല്ലാം ശരിയാകും എന്നൊരു ശക്തമായ തോന്നിപ്പിക്കൽ, ഗട്ട് ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മനസ്സ് ശാന്തമാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, വിഷ്ണുമായ സ്വാമി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാരം ഏറ്റെടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ലക്ഷണം, സ്വപ്നദർശനങ്ങൾ. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം വരുന്നതിനു മുൻപ് പലർക്കും സ്വപ്നങ്ങളിലൂടെ സൂചനകൾ ലഭിക്കാറുണ്ട്. സ്വാമിയുടെ രൂപമോ അല്ലെങ്കിൽ സ്വാമിയുടെ വാഹനമായ പോത്തിനെയോ സ്വപ്നത്തിൽ കാണുന്നത് വളരെ ശുഭകരമാണ്. ഭയപ്പെടുത്തുന്ന രൂപത്തിലല്ല, മറിച്ച് ശാന്തമായി നിൽക്കുന്ന പോത്തിനെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ പൂജയോ വിളക്കോ സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി വെളിച്ചം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. മൂന്നാമത്തെ ലക്ഷണം, തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങുന്നു. വർഷങ്ങളായി നടക്കാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, വിൽക്കാൻ സാധിക്കാതിരുന്ന ഭൂമി വിൽക്കാൻ സാധിക്കുക, തീരാത്ത കടങ്ങൾ തീർക്കാൻ പുതിയ വഴികൾ തെളിയുക, അല്ലെങ്കിൽ കോടതി കേസുകളിൽ അപ്രതീക്ഷിതമായ വിജയം ലഭിക്കുക. ഇതൊന്നും യാദൃശ്ചികമല്ല. നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ സഹായം എത്തിച്ചു തരാൻ വിഷ്ണുമായ സ്വാമിക്ക് മാത്രമേ കഴിയൂ. ഇനിയൊരു വഴിയുമില്ല എന്ന് നമ്മൾ കരുതിയിടത്ത് പുതിയൊരു വഴി തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് സ്വാമിയുടെ കയ്യൊപ്പാണ്. നാലാമത്തെ ലക്ഷണം, ശത്രുക്കൾ പിന്മാറുന്നു. വിഷ്ണുമായ സ്വാമിയെ ഭജിക്കുന്നവരുടെ ഏറ്റവും വലിയ ആശ്വാസം ശത്രുഭയത്തിൽ നിന്നുള്ള മോചനമാണ്. നിങ്ങളെ ദ്രോഹിക്കാൻ നടന്നവർ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞവർ പെട്ടെന്നൊരു ദിവസം നിശബ്ദരാകുകയോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആവുകയോ ചെയ്യും. നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ ശത്രുക്കൾ തോറ്റു പിന്മാറുന്നുണ്ടെങ്കിൽ അത് സ്വാമി നിങ്ങൾക്കായി നടത്തുന്ന പോരാട്ടമാണ് എന്ന് തിരിച്ചറിയുക. കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി വെളിച്ചം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അഞ്ചാമത്തെ ലക്ഷണം, വീട്ടിൽ ഐശ്വര്യം നിറയുന്നു. സ്വാമിയുടെ അനുഗ്രഹം വരുമ്പോൾ വീട്ടിൻ്റെ അന്തരീക്ഷം മാറും. വീട്ടിലെ കലഹങ്ങൾ കുറയും. വിളക്ക് കൊളുത്തുമ്പോൾ തിരി തെളിഞ്ഞ് കത്തുന്നതും പൂജാമുറിയിൽ വല്ലാത്തൊരു ചൈതന്യം അനുഭവപ്പെടുന്നതും നല്ല ലക്ഷണമാണ്. ചിലപ്പോൾ പൂക്കളുടെ ഗന്ധമോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു ചിലങ്കയുടെ ശബ്ദമോ ഒക്കെ ഭക്തർക്ക് അനുഭവപ്പെടാറുണ്ടോ എന്ന് പഴമക്കാർ പറയുന്നു. ഇതൊക്കെ ആ അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ അഹങ്കരിക്കാതെ ഇതെല്ലാം സ്വാമിയുടെ ഭിക്ഷയാണ് എന്ന് കരുതി കൂടുതൽ വിനയത്തോടെ സ്വാമിയെ പ്രാർത്ഥിക്കുക. നല്ല കാലം വരുമ്പോൾ സ്വാമിയെ മറക്കരുത്.
ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ലക്ഷണങ്ങൾ കാണാനും വിഷ്ണുമായ സ്വാമിയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കാനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വാമി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.